നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ എവിടെയും ഇപ്പോൾ മൾട്ടി ആക്സിൽ ടിപ്പറുകൾ തലങ്കും വിലങ്ങും പാഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മെ ഭയപ്പെടുത്തുന്നു. ടിപ്പറുകൾക്ക് വേഗനിയന്ത്രണമൊക്കെയുണ്ട്. എന്നാൽ ഈ പൂട്ടൊക്കെ അഴിച്ചുവെച്ച് അമിത വേഗതയിലാണ് പലരും കുതിക്കുന്നത്. മൾട്ടി ആക്സിൽ ടിപ്പറുകൾക്ക് പറ്റിയ റോഡല്ല കേരളത്തിലേത്. വളരെ ചുരുക്കം ചില റോഡുകൾ മാത്രമേ നല്ല വീതിയൊക്കെ ഉള്ളതായിട്ടുള്ളൂ. കേരളത്തിലേറെയും ഗ്രാമീണ വഴികളാണ്. ഈ വഴികളിലൂടെ ഇത്ര വലിയ ടിപ്പറുകൾ ഓടിക്കുമ്പോൾ മറ്റ് യാത്രക്കാർക്ക് അത് വലിയൊരു പേടി സ്വപ്നമാണ്. ഒരു വശത്ത് നിറയെ വാഹനങ്ങൾ, മറുവശത്ത് അമിത വേഗതയിലെത്തുന്ന ഇത്തരം കൊലയാളി ടിപ്പറുകൾ. മണ്ണ് മാഫിയയും കോറി മാഫിയയും ഒക്കെ ഏറെ ശക്തരാണ്. അവരെ വകഞ്ഞു മാറ്റി ഒരു സാധാരണക്കാരന് പ്രതികരിക്കാൻ കഴിയില്ല. ഇനി ആരെങ്കിലുമൊക്കെ പ്രതികരിച്ചാൽ അവൻ്റെ വാഹനത്തിന് മുകളിൽ ഇത്തരം ടിപ്പറുകൾ വന്നു കയറും. മിക്ക കോറികളും ഗ്രാമാന്തരീക്ഷത്തെ തകർത്തുകൊണ്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പണ്ടൊക്കെ ചെറിയ ടിപ്പറുകൾ മറ്റു വാഹനങ്ങൾക്ക് വലിയ അപകട ഭീഷണിയൊന്നും ഉയർത്തില്ല. മാത്രവുമല്ല, റോഡിലൂടെ നടന്നു പോകുന്നവർക്കും അധികം ഭയപ്പെടേണ്ടതില്ല. എന്നാൽ ഇന്ന് ഡ്രൈവർക്ക് റോഡിൽ എന്താണ് നടക്കുന്നത് എന്ന് പോലും കാണാൻ കഴിയാത്ത തലത്തിൽ വലിയ ട്രക്കുകൾ, വലിയ ഹൈവേയിലൊക്കെ ഓടിക്കുന്ന ട്രക്കുകളാണ് നമ്മുടെ നാട്ടിലൂടെ ഇങ്ങനെ കൊലയാളി ട്രക്കുകളായി പായുന്നത്. ഇവരെ നിയന്ത്രിക്കാൻ ഒരു ഭരണകൂടത്തിനും ആർജവമില്ല. കാരണം ഈ ട്രക്കുകളുടെ ഉടമ മിക്കവാറും വലിയ കോറി മാഫിയകൾ തന്നെയാണ്. അവർ കൊടുക്കുന്ന പണത്തിലാണ് ഇവിടെ രാഷ്ട്രീയക്കാർ മേടുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും അധികാരത്തിൽ വരുന്നതിനുമൊക്കെ ഈ പണം അനിവാര്യമാണ്. ഇന്ന് കേരളം ഉണർന്നത് ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയോടെ. കൊട്ടാരക്കര നീലേശ്വരം മുക്കോണി മുക്കിൽ ബസ് കാത്തുനിന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ ഇടയിലേക്ക് അമിത വേഗതയിലെത്തിയ ഒരു ടിപ്പർ ലോറി പാഞ്ഞു കയറി. അപകടത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഉൾപ്പെടെ 4 പേർക്ക് ദാരുണാന്ത്യം. കുടവട്ടൂർ സ്വദേശിയും ട്യൂട്ടോറിയൽ അധ്യാപകനുമായ ഹരിലാൽ എന്ന 54-കാരൻ, കാർബൺ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി പാർത്ഥിവ്, നീലേശ്വരം മുക്കോണിമുക്ക് സ്വദേശിയും KSRTC മെക്കാനിക്കുമായ അജയ് കുമാർ എന്ന 45-കാരൻ. അപകടത്തിൽ പരിക്കേറ്റ 5 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നു. മണ്ണ് കയറ്റി വന്ന ലോറിയാണ് ഇത്ര വലിയൊരു അപകടമുണ്ടാക്കിയത്. അമിത വേഗതയിലെത്തിയ ടിപ്പർ ലോറി പൂർണ്ണമായും തകർന്നു. ലോറിയിലുണ്ടായിരുന്ന മണ്ണ് റോഡിലേക്ക് വീണ് അപകടത്തിൽപ്പെട്ടവർ മണ്ണിനടിയിൽ കുടുങ്ങി. ടിപ്പർ ലോറി ഡ്രൈവർക്കും പരിക്കേറ്റു. കൊട്ടാരക്കരയിലെ ദാരുണ അപകടമുണ്ടാക്കിയ ടിപ്പർ ഡ്രൈവറിന് ലൈസൻസ് ഇല്ല. 1 മാസം മുമ്പ് ചവറ സ്വദേശിയായ നിസാം എന്ന ഇയാൾ ഗൾഫിൽ നിന്നെത്തി. ഒരു ടിപ്പറുമെടുത്ത് ആളുകളെ കൊല്ലാൻ നേരെ നിരത്തിലേക്ക്. ടിപ്പർ ഓടിക്കാൻ ലൈസൻസ് ഒന്നും ഇയാളുടെ പക്കലില്ല. 16 വർഷം പഴക്കമുള്ളതാണ് ഈ ടിപ്പർ. പലതവണ നിയമലംഘനങ്ങൾക്ക് പിടികൂടിയിട്ടുണ്ട്. GPS ഒക്കെ ഓഫാക്കി വെച്ച നിലയിലും. ഇത്തരമൊരു വാഹനം അമിത വേഗതയിൽ ഓടിച്ചാൽ അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന് വ്യക്തം. അവൻ ഒരു കാലനായി ആ നിരത്തിലേക്ക് കടന്നു വന്നതാണ്. ഇപ്പോഴിതാ അപകടത്തിന് ശേഷം വാഹനത്തിൻ്റെ ഫിറ്റ്നസ് റദ്ദാക്കി എന്ന് RTO പറയുന്നു. കൃത്യമായ സമയത്ത് പരിശോധനകൾ നടത്തിയിരുന്നു എങ്കിൽ ഇത്രയധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. സ്ഥലത്തെത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് പ്രദേശവാസികൾ തട്ടിക്കയറി. ഒടുവിൽ പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. പ്രദേശവാസികളും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മതിലിനോട് ചേർന്ന് ബസ് കാത്തുനിന്നവർക്കിടയിലേക്ക് ടിപ്പർ ഇടിച്ചു കയറി. 7 കുട്ടികളും ഒരു മുതിർന്നയാളുമടക്കം 8 പേരായിരുന്നു സ്റ്റോപ്പിലുണ്ടായിരുന്നത്. മണ്ണിനടിയിൽ ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന ഭയം അവസാനം വരെ. 2 പേരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്കും ഒരാളെ ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. 2 പേർ മെഡിസിറ്റിയിൽ ചികിത്സയിലാണ്. ഋഷഭ്, കൗശൽ എന്നീ വിദ്യാർത്ഥികളാണ് മെഡിസിറ്റിയിൽ ചികിത്സയിലുള്ളത്. ടിപ്പർ ലോറി അപകടത്തെ തുടർന്ന് ആശുപത്രികളിൽ പ്രത്യേക ക്രമീകരണം ഉണ്ടാക്കാൻ ആരോഗ്യമന്ത്രി K. മുരളീധരൻ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിവിധ സർജറി വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമിനെ സജ്ജമാക്കി നിർത്തി. ഒരു തരത്തിലും അപകടം നടക്കേണ്ട ഒരു റൂട്ടല്ല ഇത്. യാതൊരുവിധ തിരക്കും ആ റോഡിലില്ല. പോലീസിനെ വെട്ടിച്ച് മണ്ണ് കടത്താനുള്ള ശ്രമമായിരുന്നു ടിപ്പർ ലോറിയുടെ ഭാഗത്തു നിന്ന്. KSEB അധികൃതരെത്തി പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് വലിയ അപകടം ഒഴിവാക്കി. ഏറെ ദാരുണമായ ഒരു അപകടം. ടിപ്പറിലെ മണ്ണിനു പുറമെ മതിലിൻ്റെ ഭാഗങ്ങളും ബസ് കാത്തുനിന്നവരുടെ ദേഹത്തേക്ക് വീണു. അതുകൊണ്ട് തന്നെ മതിലിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച പാറക്കഷ്ണങ്ങളും ബസ് കാത്തുനിന്നവരുടെ മുകളിലേക്ക് വീണു. അമിത വേഗതയിൽ ഇറങ്ങി വരികയായിരുന്നു ടിപ്പർ ലോറി. 3 വഴികൾ ചേരുന്ന ജംഗ്ഷൻ. വേഗത്തിലെത്തിയ ടിപ്പർ അതിവേഗം വളവ് തിരിച്ചപ്പോൾ പറ്റിയ അപകടമാണിത് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. രാവിലെ 7:15 അപകടമുണ്ടായത്.
10ലേറെ വിദ്യാർത്ഥികളും നാട്ടുകാരും നീലേശ്വരം സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്നു. 7:10 വരേണ്ടിയിരുന്ന ബസ് വൈകി. അതാണ് ഇത്രയധികം ആളുകൾ സ്റ്റോപ്പിൽ ഒത്തുകൂടാനുള്ള കാരണം. അമ്പലപ്പുറത്ത് നിന്ന് ഇതിനിടയിൽ ഫുൾ ലോഡ് മണ്ണുമായി ടിപ്പർ ലോറി പാഞ്ഞു വരുന്നു. അത് തങ്ങളുടെ ജീവനെടുക്കുമെന്ന് അവിടെ നിന്നവർ ഒരിക്കൽ പോലും കരുതിയില്ല. ടിപ്പർ ലോറി കടയുടെ ഓരവും മതിലും ഇടിച്ചു തകർത്താണ് വിദ്യാർത്ഥികളുടെ മേലേക്ക് മറിഞ്ഞത്. കാത്തുനിന്നവർ ലോറിക്കടിയിലും ടൺ കണക്കിന് മണ്ണിനടിയിലും. അപകട സമയത്ത് അവിടെയുണ്ടായിരുന്ന ചില വിദ്യാർത്ഥികൾ ഓടി മാറിയതുകൊണ്ട് വലിയ അപകടത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. 10-12 കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ 2-3 കുട്ടികൾ. അവരെ മാറ്റി ഞാൻ. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവരുടെ നേർക്കാണ് ടിപ്പർ വന്ന് കയറിയത്. അതിലെ മണ്ണെല്ലാം അവരുടെ ദേഹത്തേക്കായിപ്പോയി. 7:10 വണ്ടി ഉണ്ടായിരുന്നു. അതിന് പോകുന്ന കുട്ടികളായിരുന്നു. വണ്ടി വരുന്നതിന് 2 മിനിറ്റ് മുമ്പാണ് അവിടെ അപകടം നടന്നത്. അപകട സ്ഥലത്ത് നിന്ന് ഒരു യുവതി ചാനലുകളോട് പ്രതികരിക്കുന്നു. അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയിട്ടും നാട്ടുകാരുടെ നെഞ്ചിടിപ്പ് മാറുന്നില്ല. മണ്ണെല്ലാം ഇളക്കി നോക്കി ഇനി ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചു. ഒടുവിൽ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കി ഇളക്കി നോക്കി. പുറത്തെടുത്തവരിൽ 2 പേരുടെ മൃതദേഹങ്ങൾ, അതും തിരിച്ചറിയാൻ കഴിയാത്ത വിധം തകർന്നു പോയിരുന്നു. പരിശോധനയ്ക്കിടെ അപകട സ്ഥലത്ത് നിന്ന് ഒരു സ്കൂൾ ബാഗും മുറിഞ്ഞുപോയ ഒരു കൈപ്പത്തിയും കണ്ടെടുത്തു. ഇത് നാട്ടുകാരെ കണ്ണീരിലാഴ്ത്തി. വിദ്യാർത്ഥികളായ കുശാൽ എന്ന 15-കാരൻ, ഋഷഭ് ബോബൻ എന്ന 15-കാരൻ, നവനീത് എന്ന 13-കാരൻ, ജിബിമോൾ എന്ന 15-കാരി, ഇവർക്ക് ഗുരുതരമായ പരിക്കേറ്റു. അപകടമുണ്ടാക്കിയ ടിപ്പർ ലോറിയുടേത് തീർത്തും തേഞ്ഞു തീർന്ന മൊട്ട ടയറുകളാണ്. ഇതാണ് വണ്ടി ബ്രേക്ക് ചെയ്തപ്പോൾ തെന്നിമാറാനും വലിയ അപകടത്തിനും കാരണമായത്. സമാനമായ രീതിയിൽ 2 മാസം മുൻപും ഈ പ്രദേശത്ത് അപകടമുണ്ടായി. ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. സ്കൂൾ സമയങ്ങളിൽ ടിപ്പർ ലോറികൾക്ക് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതുണ്ട്. ടിപ്പറുകളുടെ ഫിറ്റ്നസ് പരിശോധനയിൽ വലിയ വീഴ്ച വരുത്തി ഉദ്യോഗസ്ഥർ. അതുതന്നെയാണ് ഇത്തരം അപകടങ്ങൾക്ക് പിന്നിൽ. ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ മണ്ണുമാഫിയെ നിയന്ത്രിച്ചിരുന്നത് DYFI CPM നേതാക്കൾ. അവരുടെ ഒത്താശയോടെ കേരളത്തിൽ തലങ്ങും വിലങ്ങും ഇത്തരം കൊലയാളി ടിപ്പറുകൾ പാഞ്ഞുകൊണ്ടിരുന്നു. അതിൻ്റെ ബാക്കിപത്രമാണ് ഇപ്പോൾ കാണുന്നത്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് 35 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇത്തരം കൊലയാളി ടിപ്പറുകൾക്ക് പൂട്ടിടാൻ ആർജവമുണ്ടോ UDF സർക്കാരിന്? നെഞ്ചുപൊട്ടുന്ന അപകട വാർത്തയാണ് മലയാളികളെ ഇപ്പോൾ നടുക്കിക്കളയുന്നത്. മറുവശത്ത് ഇത്തരം കൊലയാളി ടിപ്പറുകളാൽ ജീവൻ പൊലിയുന്ന എത്രയെത്ര പേർ കേരളത്തിലുണ്ട്. ഒരു ബൈക്കിൽ യാത്ര ചെയ്യവേ ടിപ്പർ വന്നിടിച്ച് മരിച്ചാൽ പത്രങ്ങളിൽ ഒരൊറ്റക്കോളം വാർത്ത, അഥവാ ചാനലുകളിൽ ഒരു ഫ്ലാഷ് ന്യൂസ് മിന്നിമറയും. അത് വന്നാലായി. അതിലപ്പുറം പോലീസ് സംവിധാനമൊക്കെ ടിപ്പർ ഉടമകൾക്കൊപ്പം നിൽക്കും. കാരണം അവർ ശക്തരാണ്. പണവും സ്വാധീനവുമുള്ള ഇത്തരം ക്വാറി മണ്ണുമാഫിയകൾക്കൊപ്പമാണ് മിക്കവാറും നമ്മളുടെ പോലീസ് സംവിധാനങ്ങൾ. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും അവർക്കൊപ്പം. പ്രതികരിക്കാൻ തയ്യാറായി പുറത്തിറങ്ങുന്ന പാവപ്പെട്ട ജനങ്ങളുടെ മേൽ ടിപ്പർ കയറ്റും. അതാണ് കേരളത്തിൻ്റെ ഒരവസ്ഥ. ഇത്തരം കൊലയാളി വാഹനങ്ങൾ നിയന്ത്രിച്ചില്ല എങ്കിൽ ഒരുപാട് നിരപരാധികളുടെ ചോര ഈ മണ്ണിൽ വീഴും. കൊട്ടാരക്കരയിലെ ഈ ദുരന്തം കേരളത്തിൻ്റെ കണ്ണ് തുറപ്പിക്കണം. വികസനത്തിന് മണ്ണും കല്ലുമൊക്കെ വേണം. എന്നാൽ അതൊക്കെ നീതിയുടെയും നിയമ സംവിധാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രം അനുവദിക്കുക. അതിലപ്പുറം ഇത്തരം കൊലയാളികൾക്ക് വിഹരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കരുത്. മണ്ണ് മാഫിയയ്ക്കും കോറി മാഫിയയ്ക്കുമൊക്കെ ധാരാളം ഗുണ്ടകളുടെ പിന്തുണ അനിവാര്യമാണ്. ഇത്തരം ഗുണ്ടകളായിരിക്കും മിക്കവാറും ലോറി ഡ്രൈവർമാർ. അവർ നിശ്ചയിക്കും തങ്ങളുടെ നീതിയും നിയമവും. ഇവിടെ പൊലിയുന്നത് പാവപ്പെട്ടവരുടെ ജീവനാണ് എന്ന് അധികൃതർ മറക്കരുത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.